രഞ്ജിത്ത്, ഇപ്പോൾ നിജേഷ് അരവിന്ദിന്റെ രാജി കോൺഗ്രസിലെ അവിടുത്തെ കോഴിക്കോട്ടെ ഒരു യുവ ശബ്ദമാണ്. നിജേഷ് അരവിന്ദിനെ എലത്തൂരിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വക്താവായി പലപ്പോഴായ ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടി അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ രാജിക്കത്ത് KPCCക്ക് കൈമാറുമ്പോൾ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതാണോ കാരണം? യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ രാജിക്ക് കാരണം? നിലവിൽ അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് രാജിവെക്കുമ്പോൾ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം എന്നുള്ളത് മോശമായ സ്ഥാനമല്ല. അപ്പോൾ അതിലപ്പുറം എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്? സ്മൃതി, തുടർച്ചയായിട്ടുള്ള അവഗണന എന്ന് പറയേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ DCC തയ്യാറായിരുന്നില്ല. അദ്ദേഹം പരസ്യമായി അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. അദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥി പിന്നീട് സ്വതന്ത്രനായി വിമതനായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ സ്ഥാനാർത്ഥിയാണ് പിന്നീട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കേണ്ടി വന്നു DCCക്ക്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ എലത്തൂർ സീറ്റിലേക്ക് പരിഗണിക്കും എന്ന ഏകദേശം ഒരു ധാരണ DCC ഭാരവാഹികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ സീറ്റിൽ വിദ്യാ ബാലകൃഷ്ണൻ കെ സി വേണുഗോപാലിന്റെ നോമിനിയായി വിദ്യാ ബാലകൃഷ്ണൻ അവിടെ വരുന്നു, മത്സരം കാഴ്ചവെക്കുന്നു. അതിന്റെ ഫലം ഏതായാലും മെയ് 4 പുറത്തു വരാനിരിക്കുകയാണ്. അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനുശേഷം നിജേഷ് അരവിന്ദിനെ ഒരു ചുമതലയിലേക്കും നൽകിയില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും മണ്ഡലത്തിന്റെ ചുമതലയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയോ ഒന്നും നൽകാത്തതിലുള്ള അമർഷവും നിജേഷ് അരവിന്ദിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തുടർച്ചയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ DCC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ റൂറൽ മേഖലയിൽ നിന്നുള്ള ഒരു DCC ജനറൽ സെക്രട്ടറി, റൂറൽ മേഖലയിൽ ഒരു മുഖം, കോൺഗ്രസിന്റെ ഇവിടുത്തെ കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ ഒരു മുഖമൊക്കെ ആയിട്ടുള്ള നിജേഷ് അരവിന്ദ് നേരത്തെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും ഒക്കെ പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്ന പേരാണ്. അപ്പോൾ അത്തരത്തിൽ നിജേഷ് അരവിന്ദിനെ പോലെ ഉള്ള ഒരു നേതാവ്, അദ്ദേഹം നേരത്തെ MK രാഘവൻ MPക്കൊപ്പമൊക്കെ നിലയുറപ്പിച്ചിരുന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നു എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിൻ്റെ പരാതി. DCCക്കല്ല രാജിക്കത്ത്, DCC പ്രസിഡന്റിനല്ല കൊടുത്തിരിക്കുന്നത്, KPCCക്കാണ് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും DCC പ്രസിഡന്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ അമർഷം അതിൽ വ്യക്തവുമാണ്. അത് തന്നെയായിരിക്കണം ആ ഒരു രാജിക്കത്തിൻ്റെ ഉള്ളടക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പൂർണ്ണമായ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്ന് പറയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.